ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ ഖുർആനിലെ 62-ാം സൂറത്തും 28-ാം ജുസയിൽ ആകെയുള്ള 9 സൂറത്തുകളിൽ 5-ാമത്തെ സൂറത്തുമായിട്ടുള്ള സൂറത്തുൽ ജുമുഅയാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ഈ സൂറത്തിൽ ആകെ 11 ആയത്തുകളാണുള്ളത്, 2 റുക്കൂഴുകളും. റുക്കൂ എന്ന് പറഞ്ഞാൽ മുൻകാല പണ്ഡിതന്മാർ നിസ്കാരങ്ങളിൽ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്ത് ഒരു പ്രത്യേക വിഷയം പൂർത്തിയായതിനു ശേഷമാണ് റുക്കൂയിലേക്ക് പോവുക. അങ്ങനെ അവർ റുക്കൂയിലേക്ക് പോയിരുന്ന ആ സ്ഥലങ്ങളെയാണ്, അല്ലെങ്കിൽ അത്രയും ഭാഗത്തെയാണ് ഓരോ റുക്കൂ ആയിട്ട് പറയുന്നത്. അത്തരം സ്ഥലങ്ങളിൽ ഐൻ എന്നുള്ള അക്ഷരം കൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ അടയാളപ്പെടുത്താറുള്ളത്. ഈ സൂറത്തിലെ 1-ാമത്തെ ആയത്ത് മുതൽ 8-ാമത്തെ ആയത്ത് കൂടിയുള്ള ഭാഗമാണ് ആദ്യ റുക്കൂ. 9, 10, 11 എന്നീ 3 ആയത്തുകൾ ചേർന്നതാണ് 2-ാമത്തെ റുക്കൂ. ഈ സൂറത്തിൻ്റെ പേര് സൂറത്തുൽ ജുമുഅ എന്നാണ്. അൽ ജുമുഅ എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച എന്നർത്ഥം കൊടുക്കാം. അത് ശരിക്ക് ഒരുമിച്ച് കൂട്ടുന്ന, അല്ലെങ്കിൽ ഒരു സമ്മേളനം എന്നുള്ള അർത്ഥത്തിലാണ്. ജമാഅ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂട്ടി എന്നാണ്. ജമാഅത്ത് അല്ലെങ്കിൽ ജുമുഅ എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ ഒരുമിച്ച് കൂടുന്നതിനെയാണ് പറയുക. ഈ സൂറത്തിലെ 9-ാമത്തെ ആയത്തിൽ വന്നിരിക്കുന്ന യൗമിൽ ജുമുഅ എന്നുള്ള ആ ഒരു പദത്തിൽ നിന്നാണ് ഈ സൂറത്തിൻ്റെ പേര് വന്നിട്ടുള്ളത്. 28-ാം ജുസിയിലെ മറ്റെല്ലാ സൂറത്തുകളെയും പോലെ ഈ സൂറത്തും മദീനയിൽ അവതരിച്ച സൂറത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ ആയിരുന്ന ആ കാലത്ത് അവതരിച്ച സൂറത്താണ്. അതുകൊണ്ട് ഈ സൂറത്തിനെ മദനിയ എന്നാണ് പറയാം. ഈ സൂറത്തിൻ്റെ തുടക്കം യുസബ്ബിഹു എന്നുള്ള പദം കൊണ്ടാണ്, എന്ന് പറഞ്ഞാൽ തസ്ബീഹിൻ്റെ പദം കൊണ്ടാണ്. പരിശുദ്ധ ഖുർആനിൽ 7 സൂറത്തുകളാണ് തസ്ബീഹിൻ്റെ പദങ്ങൾ കൊണ്ട് തുടങ്ങുന്ന സൂറത്തുകൾ. അവയെ അൽ മുസബ്ബിഹാത്ത് എന്നാണ് പറയുക. ഇത് നമ്മൾ തൊട്ട് മുമ്പത്തെ സൂറത്ത് പറഞ്ഞ സമയത്ത് വിശദമായിട്ട് മനസ്സിലാക്കിയതാണ്. ചില സൂറത്തുകളൊക്കെ യുസബ്ബിഹു കൊണ്ട് തുടങ്ങുന്നുണ്ട്, സബ്ബഹ കൊണ്ട് മറ്റു ചില സൂറത്തുകൾ തുടങ്ങുന്നു, സബ്യഹ് എന്നുള്ള പദം കൊണ്ട് തുടങ്ങുന്നുണ്ട്, സുബ്ഹാന എന്നുള്ള പദം കൊണ്ട് തുടങ്ങുന്നുണ്ട്. ആകെ 7 സൂറത്തുകളാണ് ആ രൂപത്തിലുള്ളത്. അൽ ഇസ്രാ, സൂറത്തുൽ ഇസ്രാ തുടങ്ങുന്നത് സുബ്ഹാന കൊണ്ടാണ്. അതേപോലെ ഹദീദ്, സൂറത്തുൽ ഹശ്ർ, സൂറത്തു സൊഫ്, ഇത് 3 തുടങ്ങുന്നത് സബ്ബഹ കൊണ്ടാണ്. സൂറത്തുൽ ജുമുഅ, സൂറത്തു തഗാബുൻ, ഈ 2 സൂറത്തുകൾ യുസബ്ബിഹു കൊണ്ടാണ് തുടങ്ങുന്നത്. സൂറത്തുൽ ആല തുടങ്ങുന്നത് സബ്യഹ് എന്നുള്ള കൽപ്പനക്രിയ കൊണ്ടാണ്. വെള്ളിയാഴ്ച ജുമുഅ നമസ്കാരത്തിലെ ആദ്യ റക്അത്തിൽ ഈ സൂറത്തും 2-ാമത്തെ റക്അത്തിൽ സൂറത്തുൽ മുനാഫിഖൂനും ഓതുന്നത് പ്രത്യേകമായ സുന്നത്തുള്ള കാര്യമാണ്. അതുപോലെ ചില റിപ്പോർട്ടുകളിൽ കാണാൻ സാധിക്കും, വെള്ളിയാഴ്ച രാവിലെ, അതായത് വ്യാഴാഴ്ച അവസാനിക്കുന്ന ആ ഒരു രാത്രിയിലെ ഇശാ നിസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറത്തുൽ ജുമുഅ ഓതിയിരുന്നു എന്നുള്ള കാര്യം. അതുപോലെ വെള്ളിയാഴ്ച ജുമുഅ നമസ്കാരത്തിന് ആദ്യ റക്അത്തിൽ സൂറത്തുൽ ആലയും 2-ാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഗാഷിയയും ഓതുന്നതും സുന്നത്താണ്. നമുക്ക് ഈ ഒരു സൂറത്തിൻ്റെ ആദ്യ ആയത്ത് നോക്കാം. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദിൽ മലിക്കിൽ ഖുദ്ദൂസിൽ അസീസിൽ ഹകീം. ഈ സൂറത്തിൻ്റെ ആദ്യ ആയത്ത് കേൾക്കുമ്പോൾ നമ്മൾ മുമ്പ് പഠിച്ചു പോയ ചില ആയത്തുകളുമായിട്ട് നല്ല സാദൃശ്യമുണ്ട് അല്ലേ? തൊട്ട് മുമ്പത്തെ സൂറത്തു സഫ് നമ്മൾ പഠിച്ചപ്പോൾ അതിൻ്റെ തുടക്കത്തിൽ സബ്ബഹ എന്നായിരുന്നു യുസബ്ബിഹു എന്നുള്ളതിന് പകരം. അതേപോലെ അൽ ഖുദ്ദൂസ് എന്നുള്ള വാക്ക് ഇവിടെ പുതിയതായിട്ട് വന്നു, എങ്കിലും ഏറെക്കുറെ പഠിക്കാൻ എളുപ്പമായിരിക്കും. അതേപോലെ സൂറത്തുൽ അശ്റിൻ്റെ തുടക്കത്തിലും നമ്മൾ ഇതുപോലെയുള്ള ആയത്താണ് പഠിച്ചത്. നമുക്ക് ഈ ആയത്തിൽ വന്ന പദങ്ങൾ പരിചയപ്പെടാം. യുസബ്ബിഹു ലില്ലാഹി. സബ്ബഹ എന്ന് പറഞ്ഞാൽ സ്തോത്ര കീർത്തനം ചെയ്തു, അല്ലെങ്കിൽ പരിശുദ്ധിയെ വാഴ്ത്തി എന്നൊക്കെയാണ്. അത് മാളിയായ പദമാണ് സബ്ബഹ എന്ന് പറഞ്ഞാൽ. അതിൻ്റെ മുലാരിയാണ് ഇവിടെ വന്നത്. മുലാരി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നടക്കുന്നത് അല്ലെങ്കിൽ വരാൻ പോകുന്നത്, വർത്തമാനകാലക്രിയ അല്ലെങ്കിൽ ഭാവി കാലക്രിയ. യുസബ്ബിഹു പരിശുദ്ധിയെ വാഴ്ത്തും, അല്ലെങ്കിൽ പരിശുദ്ധിയെ വാഴ്ത്തുന്നു. സ്തോത്ര കീർത്തനം ചെയ്യും, അല്ലെങ്കിൽ സ്തോത്ര കീർത്തനം ചെയ്യുന്നു. ലില്ലാഹി. ലില്ലാഹി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ, 2 രൂപത്തിലും പറയാം. മാഫിസ് സമാവാത്തി വമാഫിൽ അർദ്. സമാവാത്ത് എന്ന് പറഞ്ഞാൽ ആകാശങ്ങൾ, ഫി എന്ന് പറഞ്ഞാൽ ഇൽ, അല്ലെങ്കിൽ അതിലുള്ള എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കും. ഫിസ് സമാവാത്തി ആകാശത്തിലുള്ള. മാ എന്ന് പറഞ്ഞാൽ അത്, അല്ലെങ്കിൽ അവ. അപ്പോൾ മാ ഫിസ് സമാവാത്തി ആകാശങ്ങളിലുള്ളവ, അല്ലെങ്കിൽ ആകാശങ്ങളിലുള്ളത്. വ മാഫിൽ അർലി, വാവ് അത്തിഫിൻ്റെ വാവാണ്, എന്നർത്ഥത്തിൽ, ആൻഡ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന പോലെ. മാഫിൽ അർദി, അർദ് ഭൂമി,
ഫിൽ അർദി ഭൂമിയിലുള്ള, മാ ഫിൽ അർദി ഭൂമിയിലുള്ളവ, വമാ ഫിൽ അർദി ഭൂമിയിലുള്ളവയും. അപ്പോൾ ആകാശങ്ങളിലുള്ളവയും ഭൂമിയിലുള്ളവയും അള്ളാഹുവിന് സ്തോത്രകീർത്തനം ചെയ്യുന്നു, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു. എങ്ങനെയുള്ള അള്ളാഹുവാണ്? അൽ മലിക്കിൽ ഖുദ്ദൂസിൽ അസീസിൽ ഹക്കീം. അൽ മലിക് അർത്ഥം നമുക്കൊക്കെ പരിചയമുള്ളതായിരിക്കും. അൽ മലിക് എന്ന് പറഞ്ഞാൽ രാജാവായിട്ടുള്ള. അപ്പോൾ അള്ളാഹുവിൻ്റെ വിശേഷണമാണ്, ആ ലില്ലാഹി എന്നുള്ളതിൻ്റെ വിശേഷണമാണ്. അൽ മലിക്കി രാജാവായിട്ടുള്ള അള്ളാഹുവിൻ്റെ. മറ്റൊരു വിശേഷണം അൽ ഖുദ്ദൂസ്. ഖദ്ദസ എന്ന് പറഞ്ഞാൽ പരിശുദ്ധപ്പെടുത്തി, പരിപാവനമാക്കി എന്നൊക്കെയാണ്. ബൈത്തുൽ മുഖദ്ദിസ് അതൊക്കെ ഈ ഖദ്ദസ എന്നുള്ള പദത്തിൽ നിന്ന് വന്നതാണ്. അപ്പോൾ അൽ ഖുദ്ദൂസ് എന്ന് പറഞ്ഞാൽ മഹാപരിശുദ്ധനായിട്ടുള്ള. അപ്പോൾ അള്ളാഹുവിൻ്റെ മറ്റൊരു വിശേഷണം അൽ ഖുദ്ദൂസ്, മഹാപരിശുദ്ധനായ അള്ളാഹു. അൽ അസീസ്, ഇതൊക്കെ നമ്മൾ തൊട്ട് മുമ്പത്തെ സൂറത്തുകളിൽ പഠിച്ചതാണ്. അൽ അസീസ് എന്ന് പറഞ്ഞാൽ പ്രതാപശാലിയായ അല്ലെങ്കിൽ അജയ്യനായ, ആർക്കും പരാജയപ്പെടുത്താൻ കഴിയാത്ത. അൽ ഹക്കീം, യുക്തിജ്ഞനായ അല്ലെങ്കിൽ അഗാധജ്ഞനായ അല്ലെങ്കിൽ വിധികർത്താവായിട്ടുള്ള. അപ്പോൾ ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം പറയുമ്പോൾ യുസബ്ബിഹു ലില്ലാഹി മാഫിസ് സമാവാത്തി വമാഫിൽ അർദിൽ മലിക്കിൽ ഖുദ്ദൂസിൽ അസീസിൽ ഹക്കീം. യുക്തിജ്ഞനും അജയ്യനും പരിശുദ്ധനും രാജാവുമായ അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ ആകാശങ്ങളിലുള്ളവയും ഭൂമിയിലുള്ളവയും എല്ലാം വാഴ്ത്തുന്നു. ഇനി നമുക്ക് വിശദീകരണത്തിലേക്ക് പോകാം. തുടക്കം തന്നെ യുസബ്ബിഹു എന്നാണ്. പരിശുദ്ധിയെ വാഴ്ത്തുന്നു അല്ലെങ്കിൽ സ്തോത്രകീർത്തനം ചെയ്യുന്നു. നമ്മൾ പറഞ്ഞു ചില സൂറത്തുകളൊക്കെ സബ്ബഹ കൊണ്ടാണ്, മാളിയായ പദം കൊണ്ടാണ് തുടങ്ങുന്നത്, പരിശുദ്ധിയെ വാഴ്ത്തി. ഇതുപോലെയുള്ള ചില സൂറത്തുകൾ യുസബ്ബിഹു, പരിശുദ്ധിയെ വാഴ്ത്തും അല്ലെങ്കിൽ വാഴ്ത്തുന്നു. അപ്പോൾ ഇപ്പോൾ നടക്കുന്നതുമായി വരാൻ പോകുന്നതുമായി. സബ്ബഹ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ കാലവുമായി. അപ്പോൾ കഴിഞ്ഞ കാലത്ത് നടന്നതും പറയുന്നുണ്ട്, ഇപ്പോൾ നടക്കുന്നതും വരാൻ പോകുന്നതും. എല്ലാ കാലത്തും അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുക എന്നൊരു കാര്യം നടക്കുന്നു എന്നുള്ള കാര്യം ഈ സൂറത്തുകളിലൂടെ നമുക്ക് അങ്ങനെയും മനസ്സിലാക്കാൻ പറ്റും. അത് എല്ലാ സമയത്തും നടക്കുന്നുണ്ട്. മാത്രമല്ല ഈ തസ്ബീഹിൻ്റെ പദം സബ്ബഹ, യുസബ്ബിഹു തുടങ്ങിയ ഇത്തരം പദങ്ങളൊക്കെ അതിൻ്റെ ഏകദേശം എല്ലാ രൂപങ്ങളും പരിശുദ്ധ ഖുർആനിൽ വന്നിട്ടുണ്ട്. സബ്ബഹ എന്നുള്ള മാളിയായ രൂപം വന്നിട്ടുണ്ട്, യുസബ്ബിഹു എന്നുള്ള മുലാരിയായിട്ടുള്ള രൂപം വന്നിട്ടുണ്ട്, അമ്ര കൽപ്പനക്രിയായിട്ടുള്ള സബ്യഹ് വന്നിട്ടുണ്ട്, മസ്ദറായിട്ടുള്ള സുബ്ഹാന വന്നിട്ടുണ്ട്, അതേപോലെ തസ്ബീഹ്, മുസബ്യഹ് ഇതൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പദത്തിൻ്റെ എല്ലാ രൂപങ്ങളും പരിശുദ്ധ ഖുർആനിൽ വന്നത് ആ തസ്ബീഹിൻ്റെ പ്രാധാന്യത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നൊക്കെ ചില മുഫസ്സിരീങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ തസ്ബീഹ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? ശരിക്കും സബഹ എന്നുള്ള അടിസ്ഥാന പദത്തിൽ നിന്നാണ് ഈ സബ്ബഹ, യുസബ്ബിഹു ഇതൊക്കെ വരുന്നത്. സബഹ എന്ന് പറഞ്ഞാൽ നീന്തി എന്നാണ് സാധാരണ നമ്മൾ അർത്ഥം കൊടുക്കുക. നീന്തൽ പല തരം നീന്തലുണ്ട്. വെള്ളത്തിൻ്റെ അടിയിലൂടെയുള്ള നീന്തലുണ്ട്, ഇടയ്ക്കൊക്കെ മേലേക്ക് പൊങ്ങി പിന്നെ താഴുന്ന അങ്ങനെയുള്ള നീന്തലുണ്ട്, വെള്ളത്തിൻ്റെ മുകൾ ഭാഗത്തുകൂടെ മാത്രമുള്ള നീന്തലുണ്ട്. വെള്ളത്തിൻ്റെ മുകൾ ഭാഗത്തുകൂടെ മാത്രമായിട്ട് നീന്തുന്നതിനെയാണ് സബഹ എന്ന് പറയാം, പൊങ്ങിക്കിടന്ന് നീന്തുന്നതിനെ. ആ ഒരു പദം തന്നെ ആ രൂപത്തിൽ ഉപയോഗിക്കാനുള്ള കാരണമായിക്കൊണ്ട് ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ ആ ഒരു പരിശുദ്ധിയെ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ആ സ്ഥാനത്തെ, മഹത്വത്തെ, അതിനെ ഏറ്റവും ഉയരങ്ങളിലായിരിക്കണം. എപ്പോഴും നമ്മുടെ മനസ്സിൽ ആ സ്ഥാനം ഏറ്റവും ഉയരങ്ങളിലായിരിക്കണം, അതിൻ്റെ മേലെ മറ്റൊന്നുമില്ല. അതാണ് ഏറ്റവും മുകളിലാവേണ്ടത്, അള്ളാഹുവിൻ്റെ ആ ഒരു സ്ഥാനം. അപ്പോൾ യുസബ്ബിഹു, അള്ളാഹുവിൻ്റെ ആ ഒരു പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് പിന്നെ യാതൊരു ന്യൂനതകളുമില്ല, ഒരു പോരായ്മകളുമില്ല. അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്, എല്ലാം തികഞ്ഞവനാണ്, യാതൊരു ന്യൂനതകളും ഇല്ലാത്തവനാണ്. അത് നമ്മൾ അംഗീകരിക്കലാണ്. സുബ്ഹാനല്ലാഹയും അൽഹംദുലില്ലയും നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന പദമാണ്. സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുകയാണ്. ശരിക്ക് നമ്മുടെ മനസ്സിൽ അള്ളാഹുവിനെക്കുറിച്ച് പിന്നെ യാതൊരു ന്യൂനതകളുമില്ലാത്ത ഒരവസ്ഥ, അല്ലെങ്കിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള നമ്മുടെ മനസ്സിലുള്ള ചിന്തയിൽ അള്ളാഹു എല്ലാം തികഞ്ഞവനാണ്, യാതൊരു ന്യൂനതയുമില്ല. എന്തെങ്കിലും ഒരു നെഗറ്റീവ് ചിന്തകളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റലാണ് ആ ഒരു സുബ്ഹാന കൊണ്ട് നമ്മൾ ചെയ്യുന്നത്. ഒരു നെഗറ്റീവ് ചിന്തകളും അള്ളാഹുവിനെ കുറിച്ച് നമ്മുടെ മനസ്സിലില്ല. ഇനി അൽഹംദുലില്ല പറയുമ്പോഴോ, അൽഹംദുലില്ല അള്ളാഹുവിന് സ്തുതി നൽകുകയാണ്. അപ്പോൾ അതൊരു പോസിറ്റീവ് ചിന്ത നൽകുകയാണ്. തസ്ബീഹ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ അള്ളാഹുവിനെക്കുറിച്ചുള്ള എല്ലാ നെഗറ്റീവ് ചിന്തകളും ഒഴിവാക്കി അൽഹംദുലില്ല പറയുമ്പോൾ പോസിറ്റീവ് ചിന്തകൾ നിറക്കുകയാണ് ചെയ്യുന്നത്.
ഇനി ആ നീന്തുക എന്നുള്ള ആ ഒരു കാര്യം നമ്മൾ മനസ്സിലൊന്ന് ആലോചിക്കുകയാണെങ്കിൽ, ഒരു കരയിൽ നിന്ന് മറ്റൊരു കരയിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ നന്നായിട്ട് മനസ്സും ശരീരവും പരിശ്രമിക്കുകയാണ്. ഇതുപോലെ നമ്മൾ മനസ്സും ശരീരവും നന്നായി പരിശ്രമിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ സന്നിധിയിലേക്ക് എത്താൻ ഞാൻ തയ്യാറാണ്, അല്ലെങ്കിൽ അതിനു വേണ്ടി ഞാൻ ഒരുക്കമാണ്, അങ്ങനെയുള്ള ഒരു യാത്രയിലാണ് ഞാൻ എന്ന് മാനസികമായിട്ട് അംഗീകരിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യാണ്. യുസബ്ബിഹു, അള്ളാഹുവിന് സ്തോത്രകീർത്തനം ചെയ്യുന്നു. മാഫിസ് സമാവാത്തി വമാഫിൽ അർദ്, ആകാശങ്ങളിലുള്ളവ ഭൂമിയിലുള്ളവയും. ഇവിടെ ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളവ എന്ന് പറയാതെ രണ്ടും എടുത്തു പറഞ്ഞു, രണ്ടിനും കൂടുതൽ ഗൗരവം കൊടുത്തിട്ടുണ്ട്. ആകാശങ്ങളിലുള്ളവ എന്നുള്ളതിനും ഒരു മാന്ന് അവിടെ ഉപയോഗിച്ചു, മാഫി എന്ന് ഉപയോഗിച്ചു. വമാഫിൽ അർദ്, ഭൂമിയിലുള്ളവയും. ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളവ എന്ന് മറ്റു സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആകാശങ്ങളിലുള്ളവയും ഭൂമിയിലുള്ളവയും എല്ലാം അള്ളാഹുവിന് സ്തോത്രകീർത്തനം ചെയ്യുന്നു. ഇത് നമ്മുടെ കണ്ണുകൊണ്ട് എല്ലാം കാണാൻ പറ്റില്ല. നമ്മുടെ കണ്ണുകൊണ്ട്, നമ്മുടെ ചിന്ത കൊണ്ട് ചിലത് മനസ്സിലാക്കാൻ സാധിക്കണമെന്നില്ല. പക്ഷേ അള്ളാഹു സൃഷ്ടിച്ച എല്ലാ സൃഷ്ടികളും അള്ളാഹുവിന് സ്തോത്രകീർത്തനം ചെയ്യുന്നു. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന് അള്ളാഹു അതിനുള്ളൊരു സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ചെയ്യാം, വേണ്ടെങ്കിൽ ചെയ്യണ്ട. മനുഷ്യർക്കും ജിന്നുകൾക്കും. മലക്കുകളൊക്കെ സദാ അത് ചെയ്തുകൊണ്ടിരിക്കുന്നവരാ. അതുപോലെ മറ്റ് ചരാചരങ്ങളെല്ലാം അത് ചെയ്തുകൊണ്ടിരിക്കുന്നവരാ, പക്ഷികളും മൃഗങ്ങളുമെല്ലാം. അതേസമയം മനുഷ്യനും ജിന്നിനും അള്ളാഹു സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. അതിൻ്റെ അർത്ഥം അത് രണ്ടാണെങ്കിലും പ്രശ്നമില്ല എന്നല്ല. ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു അതിനുള്ള പ്രതിഫലം നൽകും, ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ ശിക്ഷയും നൽകും. ഇവിടെ തന്നെ ഈ ഒരു ആയത്തിൽ അള്ളാഹു പറയുന്നത് എന്താണ്? ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളവയെല്ലാം അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു എന്ന് മനുഷ്യനോട് പറയുമ്പോൾ അത് കേട്ട് അങ്ങനെ ചെയ്യുന്നുണ്ടല്ലേ എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല. മനുഷ്യ, നീയും അങ്ങനെ ചെയ്യ് എന്നാണ് അതിൻ്റെ ഉദ്ദേശം. ഇപ്പോൾ ഒരു അധ്യാപകൻ തൻ്റെ ക്ലാസ്സിലെ കുട്ടികളോട് ഈ സ്കൂളിലെ എല്ലാ കുട്ടികളും പഠിച്ചിട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളും അതുപോലെ തന്നെ ചെയ്യണമെന്നാണ് അതിൻ്റെ അർത്ഥം, അല്ലാതെ അത് കേട്ടിരിക്കാൻ വേണ്ടിയിട്ടല്ല. അതേപോലെ ഇവിടെ അള്ളാഹു പറയുന്നത് ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളവയെല്ലാം അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു എന്ന് മനുഷ്യനോട് പറയുമ്പോൾ, മനുഷ്യ നീയും അങ്ങനെ ചെയ്യണം, അള്ളാഹുവിന് ആ രൂപത്തിൽ നീ പ്രകീർത്തിക്കണം എന്നാണ് അതിൻ്റെ ഉദ്ദേശം. അത് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. ഇനി ആ അള്ളാഹുവിന് അതിനുള്ള അർഹതയുണ്ട്. ആരും അള്ളാഹുവിന് ആ രൂപത്തിൽ പ്രകീർത്തനം നടത്തിയിട്ടില്ലെങ്കിലും, അള്ളാഹുവിന് സ്തോത്രകീർത്തനം ചെയ്തിട്ടില്ലെങ്കിലും അള്ളാഹുവിന് അതിനുള്ള അർഹതയുണ്ട്. അങ്ങനെ ആരെങ്കിലുമൊക്കെ ചെയ്താലേ അതിനുള്ള അർഹത ഉണ്ടാവൂ എന്നല്ല. ആരും ചെയ്തിട്ടില്ലെങ്കിലും അള്ളാഹുവിന് സ്വയമേ അതിനുള്ള അർഹതയുണ്ട്. അള്ളാഹു അത്രയും ഉയർന്ന സ്ഥാനത്താണ്. ഇനി ആ അള്ളാഹുവിൻ്റെ പ്രത്യേകത, അള്ളാഹു മലിക്കാണ്. എന്താണ് മലിക്ക് എന്ന് പറഞ്ഞാൽ? രാജാവ് നമ്മൾ സാധാരണ അർത്ഥം പറയും. പക്ഷേ സാധാരണഗതിയിലുള്ള രാജാക്കന്മാരുടെ പ്രത്യേകത, ആ രാജാവിൻ്റെ രാജകീയമായ കാര്യങ്ങളൊക്കെ കുറച്ച് കഴിഞ്ഞാൽ നശിക്കും. ആ രാജാവ് മരിച്ചു പോവും, അല്ലെങ്കിൽ അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് തന്നെ ആ രാജ്യം മറ്റൊരാൾക്ക് കീഴടങ്ങാം, അദ്ദേഹത്തെ പരാജയപ്പെടുത്താം, അതൊക്കെ സംഭവിക്കാം. പക്ഷേ അള്ളാഹു അൽ മലിക്കാണ്, ഒരിക്കലും പരാജയപ്പെടാത്ത എല്ലാറ്റിൻ്റെയും അധിപൻ, എല്ലാറ്റിൻ്റെയും അധികാരി, എല്ലാറ്റിൻ്റെയും രാജാവ്, ഈ രാജാക്കന്മാരുടെയും എല്ലാറ്റിൻ്റെയും രാജാവ്, എല്ലാറ്റിനെയും അടക്കി ഭരിക്കുന്നവൻ. അൽ ഖുദ്ദൂസ്. അൽ ഖുദ്ദൂസ് എന്ന് പറഞ്ഞാൽ മഹാപരിശുദ്ധൻ, പരമപരിശുദ്ധൻ. നമ്മൾ ആ യുസബ്ബിഹു പറഞ്ഞ അതുപോലെ തന്നെയാണ്. മഹാപരിശുദ്ധൻ എന്ന് പറയുമ്പോൾ ആ അള്ളാഹുവിൻ്റെ ഏതെങ്കിലും ഗുണത്തിലോ അല്ലെങ്കിൽ അള്ളാഹു എടുക്കുന്ന തീരുമാനത്തിലോ ഒന്നിലും തന്നെ ഒരു കുറവും ഉണ്ടാവില്ല, ഒരു മായവും ചേർന്നിട്ടുണ്ടാവില്ല. അള്ളാഹു എടുക്കുന്ന തീരുമാനങ്ങൾ അതായിരിക്കും ഏറ്റവും ശുദ്ധമായ തീരുമാനം, ഏറ്റവും നല്ല തീരുമാനം, യാതൊരു മായവും കലരാത്ത ഏറ്റവും നല്ല തീരുമാനം. അള്ളാഹുവിൻ്റെ മറ്റെല്ലാ കാര്യങ്ങളും എടുത്ത് നോക്കുകയാണെങ്കിലും, അള്ളാഹുവിൻ്റെ ഗുണവിശേഷണങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ, അതേപോലെ തന്നെ അള്ളാഹു സൃഷ്ടിച്ച കാര്യങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ, എല്ലാം യാതൊരു ന്യൂനതകളുമില്ലാതെ എന്തും ചെയ്യാൻ കഴിവുള്ളവനാണ് അള്ളാഹു. അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിലാവട്ടെ മറ്റു കാര്യങ്ങളിലാവട്ടെ ഒരു ന്യൂനതയും ഒരു കുറവും ഒരു പോരായ്മയും ഒരാൾക്കും കണ്ടെത്താൻ കഴിയില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു പോരായ്മയില്ല. അൽ അസീസ്, അജയ്യനാണ് അല്ലെങ്കിൽ പ്രതാപശാലിയാണ്. അജയ്യൻ എന്ന് പറഞ്ഞാൽ ഒരാൾക്കും പരാജയപ്പെടുത്താൻ കഴിയില്ല. അള്ളാഹു എല്ലാറ്റിൻ്റെയും മുകളിലാണ് എന്ന് പറഞ്ഞാൽ ഒരാൾക്കും പരാജയപ്പെടുത്താൻ പറ്റാത്ത രൂപത്തിൽ അജയ്യനാണ് അള്ളാഹു. അൽ ഹക്കീം, യുക്തിജ്ഞനാണ്. ഏത് കാര്യവും യുക്തിപൂർവമാണ് അള്ളാഹു ചെയ്യുക.
സാധാരണഗതിയിൽ കുറേ അധികാരമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അജയ്യനാണ് എന്നുള്ള രൂപത്തിലൊക്കെ ചിലർ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരെന്തും ചെയ്യും, പിന്നെ അവർക്ക് എന്തും ചെയ്യാമെന്നൊരു തോന്നല. പക്ഷേ അജയ്യനായിട്ടും അള്ളാഹു ഒരിക്കലും യുക്തിപൂർവമല്ലാതെ ഒന്നും ചെയ്യൂല. അപ്പോൾ അജയ്യനാണ്, അങ്ങനെ അജയ്യനായിട്ട് പോലും യുക്തിപൂർവം മാത്രം കാര്യങ്ങൾ ചെയ്യുന്നവനാണ്, മഹാപരിശുദ്ധനാണ്, രാജാവാണ്, എല്ലാറ്റിനെയും അടക്കി ഭരിക്കുന്നവനാണ്. അങ്ങനെയുള്ള ആ അള്ളാഹുവിന് എല്ലാ തരത്തിലുമുള്ള അർഹതയുണ്ട് സ്തോത്രകീർത്തനങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ സർവ്വചരാചരങ്ങളും ആ അള്ളാഹുവിന് സ്തോത്രകീർത്തനം ചെയ്യുന്നു. എന്നാൽ മനുഷ്യൻ ചില സമയത്ത് നന്ദിയുള്ളവനാകും, ചില സമയത്ത് നന്ദി കെട്ടവനാകും. അതുകൊണ്ടാണ് ഈ ആയത്തിൽ അള്ളാഹു മനുഷ്യനോട് സൂചിപ്പിക്കുന്നത് ലോകത്തുള്ള എല്ലാം അള്ളാഹുവിന് സ്തോത്രകീർത്തനം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യ നീയും അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നാണ് അതിൻ്റെ ഉദ്ദേശം. ഈ സൂറത്തിൻ്റെ അവതരണവുമായി ബന്ധപ്പെട്ട് മുഫസ്സിരീങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്, ജൂതന്മാർ ഞങ്ങളാണ് അള്ളാഹുവിൻ്റെ യഥാർത്ഥ ആളുകൾ എന്ന് പറയുന്ന സമയത്ത് നിങ്ങളല്ല, മുസ്ലിങ്ങളാണ് അള്ളാഹുവിൻ്റെ യഥാർത്ഥ ആളുകൾ എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു സൂറത്താണ് എന്നും, അതുപോലെ തന്നെ ധാരാളം ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്ന സമയത്ത് അവർക്ക് ജുമുഅയുടെ പ്രാധാന്യം അറിയിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ സൂറത്ത് അവതരിച്ചത് എന്നുള്ള രൂപത്തിലൊക്കെ ഖുർആൻ വ്യാഖ്യാതാക്കൾ എടുത്തു പറയാറുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ആയത്തിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കാം. യുസബ്ബിഹു ലില്ലാഹി മാഫിസ് സമാവാതി വമാഫിൽ അർദിൽ മലിക്കിൽ ഖുദ്ദൂസിൽ അസീസിൽ ഹക്കീം. അവസാനത്തെ ആ ഒരു മീമിന് സുക്കൂനിട്ടിട്ട് നിർത്തുക. അങ്ങനെ നിർത്തുമ്പോൾ അതിന് തൊട്ട് മുമ്പുള്ള ആ ഒരു നീട്ടൽ ഹക്കീം എന്നുള്ള ആ ഒരു നീട്ടൽ മദ് ആരിലാണ്, 6 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുള്ള സ്ഥലമാണ്. ഈ മദ് ആരിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പാരായണം നിർത്താൻ വേണ്ടി ഒരക്ഷരത്തിന് സുക്കൂന് കൊടുത്തിട്ട് അവിടെ പാരായണം നിർത്തുമ്പോൾ അതിന് തൊട്ട് മുമ്പത്തെ നീട്ടലിനെയാണ് മദ് ആരിൽ എന്ന് പറയാം. അത്തരം സന്ദർഭങ്ങളിൽ 6 അക്ഷരത്തിൻ്റെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുണ്ട്. 6 അക്ഷരം തന്നെ വേണമെന്നില്ല, 2 അക്ഷരം മുതൽ 6 അക്ഷരം വരെ അതിൻ്റെ ദൈർഘ്യം ആവാം. നമുക്ക് ഈ ആയത്തൊന്ന് പാരായണം ചെയ്യാം, ശേഷം ഗ്രാമർ നോക്കാം. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദിൽ മലിക്കിൽ ഖുദ്ദൂസിൽ അസീസിൽ ഹകീം. ഇനി ഈ ഒരു ആയത്തിൽ വന്ന ഗ്രാമർ നോക്കുകയാണെങ്കിൽ യുസബ്ബിഹു എന്നുള്ള പദം മുലാരി ആയിട്ടുള്ള പദമാണ്. സബ്ബഹ എന്നുള്ളതാണ് അതിൻ്റെ മാളി. മുലാരി എന്ന് പറഞ്ഞാൽ വർത്തമാനകാലക്രിയ അല്ലെങ്കിൽ ഭാവി കാലക്രിയ, ഇപ്പോൾ നടക്കുന്നത് അല്ലെങ്കിൽ വരാൻ പോകുന്നത്. ലില്ലാഹി, അവിടെ അള്ളാഹു എന്നുള്ള പദത്തിൻ്റെ മുമ്പിൽ ലീ വന്നപ്പോൾ ലില്ലാഹി എന്നായി. അവിടെ ശ്രദ്ധിക്കാനുള്ളത് അള്ളാഹു എന്നുള്ള പദത്തിൻ്റെ തൊട്ട് മുമ്പത്തെ അക്ഷരത്തിന് കെസറാണെങ്കിൽ ലാ എന്നുള്ള ഉച്ചാരണം കൊടുക്കും. ലില്ലാഹി എന്ന് പറയില്ല, ലില്ലാഹി എന്നാണ് പറയാം, ലാ എന്നാണ് പറയാം. അത് അള്ളാഹു എന്നുള്ള പദത്തിൻ്റെ തൊട്ട് മുമ്പ് കെസറായതുകൊണ്ടാണ്. ഇനി ലീ എന്നുള്ള പദം ഹർഫ് ജറാണ്. ലീക്ക് ശേഷം വരുന്ന പദങ്ങൾക്ക് ജറ് കിട്ടും. സാധാരണഗതിയിൽ കെസർ കൊണ്ടോ കെസർ തൻവീൻ കൊണ്ടോ. അപ്പോൾ അള്ളാഹു എന്നുള്ള പദത്തിൻ്റെ മുമ്പിൽ ലീ വന്നുകൊണ്ടാണ് അവസാനത്തിൽ കെസർ കിട്ടിയത്, ലില്ലാഹി എന്നായത്. ഇനി ഫിസ് സമാവാത്തി, അതേപോലെ ഫിൽ അർദി എന്നൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഈ ഫി എന്നുള്ള പദവും ഹർഫ് ജറാണ്. ഹർഫ് ജറ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു അതിനുശേഷം വരുന്ന ഇസ്മുകൾക്ക് ജറ് കിട്ടും, സാധാരണ കെസർ കൊണ്ടോ കെസർ തൻവീൻ കൊണ്ടോ. അപ്പോൾ ഇവിടെ ഫിസ് സമാവാത്തി എന്ന് പറയുമ്പോൾ ഫി എന്നുള്ള ഹർഫ് ജറിന് ശേഷം സമാവാത്ത് വന്നു. ആ സമാവാത്തിന് അവസാനത്തിൽ കെസർ കൊടുത്തിട്ടുണ്ട്. ഈ സമാവാത്ത് പോലെയുള്ള പദങ്ങളുണ്ടല്ലോ, അലിഫും താവും കൊണ്ട് അവസാനിക്കുന്ന ബഹുവചന രൂപങ്ങൾ, അത് ജംഉ മുഅന്നസ് സാലിം എന്ന് പറയും. അത്തരം പദങ്ങൾക്ക് അവസാനത്തിൽ കെസറാണ് എന്നുള്ളത് കൊണ്ട് അത് ജറ് തന്നെയാണ് എന്ന് ഉറപ്പിക്കാൻ പറ്റില്ല. അത് നെസ്ബ് കൊടുക്കേണ്ട, ഫതഹ് കൊടുക്കേണ്ട സന്ദർഭങ്ങളിലും കെസറാണ് കൊടുക്കുക, കാരണം ഫതഹ് ഇടാൻ കഴിയില്ല. അപ്പോൾ അതിന് പകരം കെസറ കൊടുക്കുക. പക്ഷേ ഇവിടെ ഫീ എന്ന് മുമ്പിൽ വന്നതുകൊണ്ട് നമുക്ക് ഉറപ്പിക്കാം ആ ഫീ കൊണ്ടുള്ള കെസർ തന്നെയാണത് എന്നുള്ളത്. ഇനി ഫിൽ അർദി എന്ന് നോക്കുകയാണെങ്കിൽ ഫീ എന്നുള്ള ഹർഫ് ജർ വന്നപ്പോൾ അർദു എന്നുള്ളതിന് പകരം അർദി എന്നെഴുതി. ഇനി അൽ മലിക് എന്നുള്ളത് എന്താണ്? അത് ആ ലില്ലാഹി എന്നുള്ള അള്ളാഹു എന്നുള്ള ആ പദത്തിൻ്റെ വിശേഷണമാണ് അൽ മലിക്. അവിടെ ലില്ലാഹി ആയതുകൊണ്ട്, ലില്ലാഹി എന്ന് പറയുമ്പോൾ അള്ളാഹു എന്നുള്ള പദത്തിന് ജെറ് കിട്ടിയ രൂപമാണല്ലോ, അതുകൊണ്ട് തന്നെ അതിൻ്റെ വിശേഷണം എഴുതുമ്പോൾ ജെറ് കിട്ടിയ രൂപത്തിൽ തന്നെ എഴുതണം. അതുകൊണ്ടാണ് അൽ മലിക്കി എന്ന് എഴുതിയത്. അവിടെ അള്ളാഹു എന്നാണെങ്കിൽ അൽ മലിക്കു എന്ന് എഴുതുമായിരുന്നു. അപ്പോൾ ലില്ലാഹി എന്നുള്ളത് ജെറ് കിട്ടിയ രൂപത്തിലാണ് അള്ളാഹു എന്നുള്ള പദം ഉള്ളത്, അതുകൊണ്ട് അതിനെ വിശേഷിപ്പിക്കുന്ന പദമായിട്ടുള്ള മലിക്ക് എന്നുള്ളതിനെ മലിക്കി എന്നെഴുതി. ഇനി അതേപോലെ തന്നെയുള്ള മറ്റൊരു വിശേഷണമാണ് അൽ ഖുദ്ദൂസ്. അതിനും കസ്ർ കൊടുത്തിട്ടുണ്ട്, കാരണം അതും ആ ലില്ലാഹി എന്നുള്ള അതിലേക്ക് ചേർത്തിട്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ വിശേഷണമാണ്. അൽ ഖുദ്ദൂസി. അൽ അസീസി അതും വിശേഷണമാണ്. അൽ ഹക്കീമി അതും വിശേഷണമാണ്. അപ്പോൾ ഈ മലിക്ക്, ഖുദ്ദൂസ്, അസീസ്, ഹക്കീം ഈ 4 പദങ്ങളും ആ
അള്ളാഹു അല്ലെങ്കിൽ ലില്ലാഹി എന്നുള്ള അതിൻ്റെ വിശേഷണമാണ്. അള്ളാഹു എന്നുള്ള പദത്തിൻ്റെ വിശേഷണമാണ്. അതുകൊണ്ട് ആ അള്ളാഹു എന്നുള്ള പദത്തിൻ്റെ രൂപം എങ്ങനെയാണോ അത് ജെറ് കിട്ടിയ രൂപമാണല്ലോ. അതുകൊണ്ട് ഇവയ്ക്കൊക്കെ ജെറ് കിട്ടിയ രൂപത്തിലാണ് എഴുതിയിട്ടുണ്ടാവുക. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു പരിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള സന്മനസ്സും തൗഫീക്കും സൗഭാഗ്യവും നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഹൃദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.